മറ്റോലെ മാതിരി ഞങ്ങൾക്ക് അങ്ങനെ ആക്കാൻ പറ്റണില്ല, അങ്ങനെ ആക്കാൻ പറ്റണില്ല, പിന്നെ ഇത് ആവ് പാടില്ല, ഇത് പാടില്ല എന്ന് പറഞ്ഞ് കുറെ ഹറാമാണ്, ഹലാലാണ്, സ്വർഗമാണ്, നരകാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ എന്താണ് ചെയ്യണത്? ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ, നമ്മൾ നിയന്ത്രിക്കപ്പെടുന്നു എന്നത് ഒരു നെഗറ്റീവ് അല്ല. ഇപ്പൊ നിങ്ങള് പിന്നെ വയനാട് ചുരത്തുമെന്ന് ഇങ്ങനെ വണ്ടി ഇറങ്ങാൻ വിചാരിക്കുക. നിങ്ങൾ കുടുംബം ടൂർ പോയതാണ് വാപ്പിയമ്മയൊക്കെ. അപ്പൊ ഇങ്ങനെ പോരുമ്പോ ഇടക്ക് ബ്രേക്ക് ഔട്ടുമല്ലോ, ബ്രേക്ക് ഔട്ട് വണ്ടി നിൽക്കല്ലേ ചെയ്യുക. അപ്പൊ യാത്രക്കാരായി നമ്മൾ പറഞ്ഞു ഡ്രൈവറോട്, ഈ ബ്രേക്ക് ഒരു ഇടങ്ങാറാണ്, ഒരു നിയന്ത്രണമാണ്. ഇനി ബ്രേക്ക് ഔട്ട് ഉണ്ടായിരുന്നാലോ എങ്ങനെ ഉണ്ടാവും? നമുക്ക് താഴക്കത്തല്ലേ വേണ്ടു. അതിപ്പോ ഈ നിങ്ങൾ സ്റ്റെയറിംഗ് പിടിച്ച് തിരിക്കുക, ബ്രേക്ക് ഔട്ടുക, അതിന് പകരം നേരം ചാടി അപ്പുറത്തേക്ക് പോകും. അപ്പൊ ബ്രേക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്, ഗിയർ മാറ്റലൊരു ബുദ്ധിമുട്ടാണ്, പിന്നെ സ്റ്റെയറിംഗ് തിരിക്കൽ ബുദ്ധിമുട്ടാണ്, ഹോൺ അടിക്കലൊരു ബുദ്ധിമുട്ടാണ്, ഒരു നിയന്ത്രണമാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇതാണ് ഇപ്പൊ നിങ്ങളെ പ്രായക്കാർ ഇപ്പൊ ക്യാമ്പസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത്? വേഗം അടിച്ചു പൊളിച്ച് വേഗം തീർക്കുക, അതിനൊരു നിയന്ത്രണവും വേണ്ട, ഒരു ഇതും വേണ്ട, വേഗം എടുത്ത് ചാടുക. അതാണ് വിവാഹത്തിനൊന്നും കാത്തിക്കാതെ ആരെങ്കിലും പിന്നാലെ ഇറങ്ങി പോവുക, എവിടുക്കാതൊന്നുമില്ല, അവിടെ പോവുകയല്ല. അത് ഇസ്ലാം പറയണത് എന്താ? അതിന് സമയമുണ്ട്. ആ സമയമാകുമ്പോൾ നിങ്ങളെ വാപ്പി ഇമ്മയൊക്കെ സെർച്ച് ചെയ്ത് ഷോർ ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളെ അനുവാദ പ്രകാരം ഒരു വിവാഹം ഉണ്ടാവും. ആ വിവാഹത്തിലൂടെ നിങ്ങൾ കുടുംബജീവിതത്തിലേക്ക് കടന്നോളി. എന്നുള്ള സുഖം എന്താ അറിയോ? മരിക്കുന്നത് വരെയും അവർ തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് പോലും പുണ്യമുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിച്ചത്. അങ്ങനത്തെ മതം വേറെ ഏതിലുണ്ടാവും? ശരിക്ക് ഇസ്ലാമികമായ ഒരു നിക്കാഹിലൂടെയാണ് നമ്മൾ കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നതെങ്കിൽ അവർ ഓരോ ദിവസവും ജീവിക്കുന്നതിന്, അവർ ബന്ധപ്പെടുന്നതിന് പോലും പുണ്യമുണ്ട്. അപ്പൊ സഹാബത്തിന് ഭയങ്കര ജിജ്ഞാസ, എന്താ പ്രവാചകൻ നിങ്ങൾ ഈ പറയുന്നത്? ഞങ്ങളുടെ വൈകാരിക മൂർച്ച പിന്നെ ഇതാക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ കൂലി കിട്ടുമെന്നാണോ പറയുന്നത്? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ വ്യഭിചാരത്തിലൂടെയാണ് ഒരു സ്ത്രീയുമായി ബന്ധപ്പെടുന്നതെങ്കിൽ കുറ്റം കിട്ടൂലേ? അപ്പൊ ആ കുറ്റം കിട്ടും. അത് കുറ്റമാണെങ്കിൽ നിയമം പാലിച്ചുകൊണ്ട് നിങ്ങൾ ആ കാര്യം ചെയ്യുകയാണെങ്കിൽ അത് പുണ്യമാണ് എന്ന്. ഈ സംഗതിയാണ് എത്ര ആൾക്കാരാണ് ഓരോരുത്തരെ കൊണ്ട് ഇറങ്ങിപ്പോയി രജിസ്റ്റർ മാരേജ് ചെയ്ത് മര്യാദക്ക് നിക്കാഹ് നടത്താതെ എന്നിട്ടാണ് ജീവിച്ചു തുടങ്ങുന്നത്. ആ ജീവിതം മരിക്കുന്നത് വരെയും മരണത്തിന് ശേഷവും ഭാരമാണ്. ആ ഭാരം താങ്ങിക്കൊണ്ടാണ് പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നിയന്ത്രണങ്ങളില്ലാതെ പോകുന്നൊരവസ്ഥ. നമ്മൾ പറയണത് എന്താ അറിയോ? ബ്രേക്ക് ചവിട്ടേണ്ടടുത്ത് ചവിട്ടുക, തിരിക്കേണ്ടടുത്ത് തിരിക്കുക, എന്നാ വൃത്തിക്ക് എന്ത് ചെയ്യുക? ചുരം ഇറങ്ങിങ്ങാണ്ട് താഴത്തേക്ക് തടി കൊടുക്കുന്നിടത്താം. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ദുനിയാവിൽ നമ്മൾ അള്ളാന്റെ നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിച്ച് ജീവിച്ചാൽ ദുനിയാവും നമുക്ക് കിട്ടും, നമുക്ക് മരിച്ചു ചെല്ലുമ്പോൾ ആഹ്റം കിട്ടും. ഏതാ വേണ്ടത് നിങ്ങൾ തീരുമാനിച്ചോളൂ. അത് തീരുമാനിച്ചിട്ട് വേണം നമ്മൾ ഇവിടുന്ന് പോകാൻ. നിങ്ങൾ പുതിയ കുട്ടികളായിട്ട് വേണം വീട്ടിലേക്ക് തിരിച്ചു പോകാൻ. നിങ്ങളെ സോഫ്റ്റ്വെയർ മൊത്തം മാറ്റണം, നിങ്ങളെ മാനസികാവസ്ഥ മാറ്റണം. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് ഈ ചിന്തയൊന്നുമില്ലാത്ത നമ്മുടെ സുഹൃത്തുക്കൾ ജീവിക്കുന്നത് പോലെയാണ്. അവരുടെ റീൽസുകളും അവരുടെ സംഭാഷണങ്ങളും അവരുടെ ഇന്റർവ്യൂകളുമാണ്, ആ സെലിബ്രിറ്റികളുമാണ് പലർക്കും ഇന്ന് ഒരു റോൾ മോഡൽ ആയിട്ടുള്ളത്. ആ റോൾ മോഡൽ അല്ല ഒരു വിശ്വാസിക്ക് വേണ്ടത്. നമുക്കുള്ള റോൾ മോഡൽ ആരാ? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് ഉത്തമമായ മാതൃക നിങ്ങളുടെ പ്രവാചകനിലുണ്ട് എന്നാണ്. ആ പ്രവാചകന്റെ മാതൃകയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പൊ അത് സ്വീകരിച്ചാൽ നമുക്ക് പിഴക്കൂല, നമുക്ക് ദുനിയാവും കിട്ടും, ആഖിറവും കിട്ടും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവുക അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഒന്നുകൊണ്ട് മാത്രമേ ഉള്ളൂവെന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു.